പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലൈഫ് സ്പാൻ സൈക്കോളജി അഥവാ ആയുർദൈർഘ്യ മനഃശാസ്ത്രത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഗർഭധാരണകാലം അഥവാ ബിഗിനിങ് ഓഫ് ഇൻഫാൻസി എന്താണ് എന്നാണ് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഗർഭധാരണകാലം അത് ഒന്നുകിൽ 270 മുതൽ 280 ദിവസം വരെയാണ്, അല്ലെങ്കിൽ 9 മാസക്കാലമാണ് കലണ്ടർ അനുസരിച്ച്. അതിൻ്റെ ആരംഭം സ്ത്രീയും പുരുഷനും തമ്മിൽ സംയോജിക്കുന്ന ആ സമയം മുതൽ ഗർഭധാരണം സംഭവിച്ചാൽ ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള സമയമാണ്. കൺസെപ്ഷൻ ടു ഡെലിവറി എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത്. ഗർഭധാരണം സംഭവിക്കുന്ന നിമിഷം മുതൽ പ്രസവ സമയം വരെയുള്ള ആ കാലഘട്ടത്തെയാണ് ബിഗിനിങ് ഓഫ് ഇൻഫാൻസി അഥവാ ഗർഭധാരണ കാലം എന്ന് പറയുന്നത്. ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ആയുർദൈർഘ്യ മനഃശാസ്ത്രത്തിൻ്റെ മുഴുവൻ, അതായത് ലൈഫ് സ്പാൻ സൈക്കോളജി അനുസരിച്ച് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ അമ്മ വളരെയധികം തയ്യാറെടുപ്പ് ഉള്ളവളായിരിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്രത്യേകിച്ച് പോഷക ആഹാരത്തിൻ്റെ കാര്യത്തിൽ നല്ല പോഷകാഹാരങ്ങൾ ഭക്ഷിക്കേണ്ട ഒരു സമയമാണ് ഗർഭധാരണ കാലം. അത് കുട്ടിയുടെ ജീവിതം മുഴുവനും, കുട്ടിയുടെ മനസ്സ്, ശരീരം, ബുദ്ധി, ആത്മാവ്, ഇത് മുഴുവനും വളരുന്ന, അതിൻ്റെ ഫൗണ്ടേഷൻ ഇടുന്ന സമയമാണ് ഈ ഗർഭധാരണ കാലം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വേണം കുട്ടിക്ക് തുടർന്ന് ബുദ്ധിവികാസം, മനസ്സിന് വികാസം, ശരീരത്തിന് വികാസം, ആത്മാവിന് വികാസമൊക്കെ സംഭവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഗർഭധാരണ കാലത്തെ പോഷകാഹാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കുട്ടിയെ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമതാണ് അമ്മയുടെ ആറ്റിറ്റ്യൂഡ്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാലാവസ്ഥ, ഒരു എൻവയൺമെൻറ്റ് അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ സ്വയം വാർത്തെടുക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് പ്രസ്തുത കാലഘട്ടം. നമുക്കറിയാം, അമ്മ ആഗ്രഹിക്കുന്ന വിധത്തിൽ കുട്ടിയെ ലോകത്തിന് നൽകാൻ സാധിക്കുന്നതാണ് അനുബന്ധ മനഃശാസ്ത്രം അഥവാ പാരാസൈക്കോളജി ഒക്കെ പറയുന്നത്. ഇതനുസരിച്ച് ഉദാഹരണത്തിന് ഒരു സ്ത്രീ ഉദരത്തിൽ കുട്ടിയെ വഹിക്കുന്ന കാലഘട്ടത്തിൽ ചുമരുകളിലെല്ലാം മനോഹരമായിട്ടുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ പതിപ്പിച്ചു വയ്ക്കുക. എന്നിട്ട് അമ്മ ആ സ്ത്രീ ഭാവനയിൽ കാണുകയാണ് ഇതുപോലെ ആയിരിക്കും എൻ്റെ കുട്ടി എന്ന് വിചാരിച്ചാൽ അതുപോലത്തെ ഒരു കുട്ടിയെ ലോകത്തിന് സമ്മാനിക്കാൻ സാധിക്കുമെന്നാണ് അനുബന്ധ മനഃശാസ്ത്രമൊക്കെ പറയുന്നത്. ഇനി അമ്മ കവിയാണെങ്കിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. അമ്മ പാട്ടുകാരി ആയതുകൊണ്ട് തൻ്റെ മകളും ഒരു പാട്ടുകാരിയായിട്ട് തീർന്നു. ഇപ്പം ഹിന്ദി റിയാലിറ്റി ഷോയിലൊക്കെ വന്നൊരു പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞതാണ്. കാരണം മലയാളിയായിട്ടുള്ള ഈ പെൺകുട്ടി എങ്ങനെ ഇത്രയധികം ഹിന്ദി പാട്ടുകാരിയായെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഹിന്ദി പാട്ടുകളോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പം കുട്ടി ഉദരത്തിലായിരിക്കുമ്പോൾ ഈ അമ്മ എപ്പോഴും ഹിന്ദി പാട്ടുകൾ പാടുമായിരുന്നു. അത് ഈ കുട്ടിയിൽ ഒരു ഹിന്ദി റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് പ്രൈസ് മേടിച്ച കുട്ടിയുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത് ഇപ്രകാരമാണ്. അതുപോലെ അമ്മ കവയിത്രിയാണെങ്കിൽ, സാഹിത്യകാരിയാണെങ്കിൽ, ഡാൻസറാണെങ്കിൽ, അഭിനയത്രിയാണെങ്കിൽ, എന്തുമായിക്കൊള്ളട്ടെ, അത് ഈ കുട്ടിയെ ഉദരത്തിൽ വഹിക്കുന്ന കാലഘട്ടത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുട്ടി അതുപോലൊരു കുട്ടിയെ ലോകത്തിന് സമ്മാനിക്കാൻ സാധിക്കുമെന്നാണ് അനുബന്ധ മനഃശാസ്ത്രം പറയുന്നത്. അത്രയ്ക്ക് ശക്തിയാണെന്ന് പറയുന്ന അമ്മയുടെ ചിന്താഗതികൾക്ക്. നമ്മളൊരിക്കൽ പറഞ്ഞില്ലേ, 15 ആഴ്ച കഴിയുന്ന സമയം മുതൽ ഉദരത്തിൽ കുട്ടിക്ക് ചലനം സംഭവിച്ചു തുടങ്ങുന്നു. അപ്പം കുട്ടി ശ്വസിക്കുന്നത്, ചിന്തിക്കുന്നത്, ആയിരിക്കുന്നതെല്ലാം അമ്മയുടെ ചിന്താഗതികൾക്കനുസരിച്ചാണ്, അമ്മയുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണമെന്ന് പറഞ്ഞത്. 2 സാക്ഷ്യങ്ങളെക്കുറിച്ച് പറയാം. ധ്യാന കേന്ദ്രങ്ങളിൽ വന്നതാണ്. ഒന്നാമതായിട്ട് സ്ത്രീ ഉദരത്തിലായിരുന്ന സമയത്ത്, കുട്ടി ഉദരത്തിലായിരുന്നപ്പോൾ ആ പ്രസ്തുത അമ്മ എപ്പോഴും ജപമാല ചൊല്ലുന്ന ഒരു അമ്മയായിരുന്നു.
അപ്പോൾ ഈ ജപമാല ചൊല്ലുന്ന അമ്മ സ്ഥിരമായിട്ട് കുട്ടി ലോകത്തിലേക്ക് അവതരിക്കുന്ന നിമിഷം വരെ ജപമാല ചൊല്ലിയിരുന്നു. പക്ഷെ കുട്ടി കരയുന്ന കുട്ടിയെ നമുക്കറിയാം, ചില കുട്ടികളൊക്കെ കരയും, 3 മാസം വരെയൊക്കെ തുടർച്ചയായിട്ട് അവർ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കരയുന്ന കുട്ടിയായിരുന്നു പ്രസ്തുത കുട്ടി. അങ്ങനെ ഈ അമ്മ ഒരിക്കൽ ചിന്തിച്ചു, ഞാൻ എപ്പോഴും ജപമാല ചൊല്ലുന്ന വ്യക്തിയായിരുന്നില്ലേ. അങ്ങനെ അമ്മ ഒരു ജപമാല എടുത്ത് കുട്ടിയുടെ കൈകളിൽ കൊടുത്തപ്പോൾ കുട്ടി ഇങ്ങനെ ആർത്തിയോടെ അത് പിടിച്ചെന്ന് പറയണം. പിന്നെ എപ്പോഴൊക്കെ കുട്ടി കരയുമോ അപ്പോഴൊക്കെ അമ്മ ജപമാല കൊടുക്കുമായിരുന്നു. കുട്ടി കരച്ചിൽ നിർത്തി പ്രസന്നവതിയാകുമായിരുന്നു എന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റൊരു സാക്ഷ്യം ഇപ്രകാരമാണ്. ഒരമ്മ കുട്ടി ഉദരത്തിലായിരിക്കുന്ന സമയത്ത് പ്രസംഗങ്ങൾ കേൾക്കാൻ പോകുമായിരുന്നു. ഒരിക്കലൊരു വൈദികൻ, അതിസുന്ദരനായിട്ടുള്ള ഒരു വൈദികൻ മനോഹരമായിട്ടൊരു പ്രസംഗം പറഞ്ഞു. അപ്പോൾ ഈ അമ്മ ചിന്തിക്കാൻ തുടങ്ങി, ഇതുപോലെ സുന്ദരനായിട്ടുള്ളൊരു മകൻ എനിക്കുണ്ടായെങ്കിൽ, അവൻ വൈദികനായെങ്കിൽ, അവൻ ഇതുപോലെ മനോഹരമായിട്ടുള്ള പ്രസംഗങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ. അമ്മ പ്രസവിച്ചു. അതിസുന്ദരനായ ഒരു കുട്ടിയെ. അവൻ പട്ടത്തിന് ചേർന്നു, വൈദികനായി, മനോഹരമായിട്ട് പ്രസംഗിക്കുന്നവനായി. ഒരു ദിവസം പ്രസ്തുത അമ്മ കാണുകയാണ് അതിസുന്ദരനായിട്ടുള്ള തൻ്റെ മകൻ മനോഹരമായിട്ട് പ്രസംഗിക്കുന്നത്. പ്രസംഗമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മ മകനെ വിളിച്ച് പറഞ്ഞു. അമ്മ ഒരിക്കലും ഇത് വെളിപ്പെടുത്തിയിരുന്നില്ല, ആദ്യമായിട്ട് വെളിപ്പെടുത്തുകയാണ്. എൻ്റെ മകനെ, നിന്നെ ഞാൻ ഉദരത്തിലായിരുന്നപ്പോൾ ഞാനൊരിക്കൽ മനോഹരമായിട്ട് പ്രസംഗിക്കുന്ന അതിസുന്ദരനായിട്ടുള്ളൊരു അച്ഛനെ കണ്ടു. അന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് ഇതുപോലെ സുന്ദരനായിട്ടുള്ള ഒരു മകൻ എനിക്കുണ്ടായെങ്കിൽ, അവൻ വൈദികനായെങ്കിൽ, അവൻ മനോഹരമായിട്ട് പ്രസംഗിക്കുന്നവനായെങ്കിൽ. അപ്പോൾ ഈ മകൻ ചോദിച്ചു, എന്തുകൊണ്ട് അമ്മ ഇത്ര നാൾ എന്നോട് പറഞ്ഞില്ല? അപ്പോൾ ഈ അമ്മ പറഞ്ഞു പ്രകാരം, മകനെ, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഏക ലക്ഷ്യം ഇത് മാത്രമാകുമായിരുന്നു. അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ അച്ഛനായി. അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, എൻ്റെ ഉള്ള ആഗ്രഹിച്ചതുപോലെ നീ ഒരു വൈദികനായി തീരാനായിട്ട് നിനക്ക് സ്വാഭാവികമായിട്ട് സംഭവിച്ചാൽ അതല്ലേ മഹത്തായ കാര്യമെന്ന്. അപ്പം അതാണ് മനസ്സിൽ ആഗ്രഹിക്കുന്ന, ഉദരത്തിൽ കുട്ടിയായിരിക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രസ്തുത അമ്മയുടെ ആഗ്രഹങ്ങൾ അതേപടി നിവൃത്തിയാകുന്ന ഒരു ശാസ്ത്രമാണ് അനുബന്ധ പാരാസൈക്കോളജിയിലൊക്കെ പറയുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ അതുകൊണ്ട് കുട്ടി ഉദരത്തിലായിരിക്കുമ്പോൾ ഓരോ അമ്മയ്ക്കും ഒരുപാട് സ്വപ്നങ്ങൾ പ്രസ്തുത കുട്ടിയെക്കുറിച്ച്, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രസ്തുത കുട്ടിയെക്കുറിച്ചുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഗർഭധാരണ കാലം മുതൽ 270 അല്ലെങ്കിൽ 280 അല്ലെങ്കിൽ 9 മാസം വരെയുള്ള കാലഘട്ടങ്ങൾ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്നത്. നല്ല ആറ്റിറ്റ്യൂഡ്, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, ഏത് ദുഃഖങ്ങളുണ്ടെങ്കിലും സന്തോഷത്തോടെ മറികടക്കുന്ന ആ വലിയ സ്വഭാവ രീതി അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പം അമ്മയുടെ ചിന്തകളാണ്, അമ്മയുടെ തീരുമാനങ്ങളാണ്, അമ്മയുടെ സ്വഭാവ സവിശേഷതകളാണ്, അമ്മയുടെ സ്വപ്നങ്ങളാണ്, അമ്മയുടെ ചിന്താഗതികളാണ് വരാനിരിക്കുന്ന കുട്ടിയെ ലോകത്തിന് നൽകുന്നത്. സർവോപരി പോഷകാഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാത്തിൻ്റെയും ഫൗണ്ടേഷൻ, അടിസ്ഥാനം എന്താണ്? കുട്ടിക്ക് ലഭിക്കുന്ന, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ലഭിക്കുന്ന പോഷകാഹാരങ്ങളാണ്. അപ്പോഴാണ് ആരോഗ്യമുള്ള മനസ്സിന്, ശരീരത്തിന്, ബുദ്ധിക്ക്, ആത്മാവിന് ആരോഗ്യമുള്ള കുട്ടിയെ ലോകത്തിന് സമ്മാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഗർഭവതിയായിട്ടിരിക്കുന്നവരും നിങ്ങളുടെ അയൽവക്കങ്ങളിലോ സുഹൃത്തുക്കളിലോ കുടുംബങ്ങളിലോ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ലോകത്തിന് ഏറ്റവും കഴിവുള്ള, മനോഹരമായിട്ടുള്ള മക്കളെ സമ്മാനിക്കാനായിട്ട് ഓരോ ദമ്പതികൾക്കും, സർവോപരി ഓരോ അമ്മമാർക്കും സാധിക്കാനായിട്ട് അച്ഛൻ്റെ ക്ലാസ് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.